ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ ഇന്നത്തെയും പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ചക്കരേൻ്റെ ഡാൻസ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് പിന്നെ നമ്മൾ അതിനെ ബയോപ്സിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ എന്തായും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി, പിന്നെ ഭേദമുണ്ടോ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ എനിക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്കും PCOS ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ നമ്മളോട് വിവരങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചു റിസൾട്ട് എന്തായി, റിസൾട്ട് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ആ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനിടയ്ക്ക് കുറച്ച് തിരക്കിലായപ്പോൾ, കാരണം ഞാൻ പറഞ്ഞു നാട്ടിലെ 1-2 പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇതായിട്ട് പിന്നെ ചക്കൻ്റെ ഫാമിലി വന്നിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ റിസൾട്ടിൻ്റെ കേസ് ഞങ്ങളോട് പറയാൻ വിട്ടുപോയി. റിസൾട്ടിൻ്റെ എന്ന് വെച്ചാൽ 2 ദിവസമായി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട്. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് ഓൾറെഡി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു ഡാൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് മേജറായിട്ടുള്ള 2 കാര്യം എന്ന് പറയുമ്പോൾ 2-3 കേസസിൽ ഇത് ചെയ്യാറുണ്ട് സാധാരണയായിട്ട്. നമുക്ക് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ തകരാറാണോ അതല്ലെങ്കിൽ അബോഷനാണോ, ആ ഒരു ഇതിലായിരുന്നു നമ്മൾ ഡോക്ടറിൻ്റെ ഒരു ഇത്. അപ്പോൾ അബോഷൻ്റെ അല്ലാതെ എന്തായാലും എനിക്കത് ഉറപ്പുണ്ട്. കാരണം അബോഷൻ്റെ അതല്ല, അല്ലെങ്കിൽ ക്യാരിയിങ് ആയിട്ട് പിന്നെ അത് അബോഷനായി പോയതല്ലാതെ നമുക്ക് ആ ഒരു ഉറപ്പുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ, അതായത് ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് അവരത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കത് കൺഫേം ചെയ്യണം, ഉറപ്പിക്കണം ഇത് ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണോ, അഥവാ പിന്നെ ഹോർമോണിൻ്റെ തകരാറുകളോ ഏറ്റക്കുറച്ചിലുകളോ അതാണോ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ അബോഷൻ്റെതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത് ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് അതിൻ്റെ വിശകലനം ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു. ഡോക്ടറിനെ ഞങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോയിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പിന്നെ കൃത്യമായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയണതൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൽ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ തന്നെയാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ കാര്യമായിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് എല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം അത് എന്താണ് ഡോക്ടർ പറഞ്ഞത്, അബോഷനാണോ അതോ ഇനി ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണോ, എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ എല്ലാവരോട് ഇരുന്നിട്ട് പറഞ്ഞത്. അപ്പം ഉമ്മായും ചക്കര ഉപ്പായൊക്കെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ഉപ്പാൻ്റെ കേസ് കുറേ ആൾക്കാർ ചോദിക്കുകയും എവിടെ ഉപ്പാനെ കാണാനില്ലല്ലോ എന്ന്. ശരിക്കും ഉപ്പ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഉപ്പ വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മളെ കൂടെ തന്നെ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇവരെ വന്നപ്പോഴുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ പുറത്ത് കറക്കങ്ങളും കാര്യങ്ങളായിട്ട് പോകലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇവരുടെ കളിയും ചിരിയും വിശേഷങ്ങളായിട്ട് അവരെ പുറക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഉപ്പാനെ നമ്മൾ മനഃപൂർവ്വം ഉൾപ്പെടുത്താത്തതൊന്നുമല്ല. ഉപ്പായി അവിടെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഉപ്പ അടുക്കളയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു വീഡിയോയിൽ കുറേ ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉപ്പ പിന്നെ നമ്മളെ വീഡിയോയിൽ അടുക്കളയിൽ കൂടി ഇങ്ങനെ കിച്ചണിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ ആ മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഉപ്പ വീഡിയോയിൽ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ മുമ്പത്തെ പോലെ കാര്യമായിട്ട് ഉപ്പാനോട് വിശേഷങ്ങളും ചോദിക്കലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു. എന്തായാലും ഉപ്പായൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പായൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അവരെല്ലാവരും ഇരുത്തിയിട്ട് നമുക്ക് നമ്മളെ വിശേഷം വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, വെരി ഗൈസ്. അപ്പോൾ വാപ്പ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വാപ്പ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വാപ്പ എവിടെ ഉപ്പാനെ കാണാൻ. വാപ്പ ഉണ്ടായിരുന്നാ? വാപ്പ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? സ്കിപ്പ് ചെയ്ത് കാണുന്നതാണ്. ഏത് വീഡിയോ ഫുൾ കണ്ടാലേ അറിയത്തുള്ളൂ. അല്ല, ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആൾക്കാര്, വാപ്പാനെ കാണാനില്ലല്ലോ, വാപ്പ എവിടെ വാപ്പ ഇവിടെ വന്നപ്പോ വാപ്പ പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ വീഡിയോയിലുണ്ടല്ലേ? ആൾക്കാർ ഫുള്ള് കാണില്ല, സ്കിപ്പ് ചെയ്ത് കാണും. അപ്പൊ അത് കാരണം കൊണ്ട് അറിയത്തില്ല ഇത് എവിടെയാണ് അറിയത്തില്ല. എനിക്ക് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഫുള്ള് കണ്ടു നോക്കിയാ വാപ്പ അതിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റില്ല. കാര്യം 10-12 വീട്ടിലെ വീഡിയോ 2-3 മിനിറ്റേ കാണുള്ളൂ. അപ്പൊ അതായിരിക്കും ഇവര് സ്കിപ്പ് ചെയ്ത് കാണുന്ന പാർട്ട്. അപ്പൊ സ്കിപ്പ് ചെയ്ത് കാണുന്ന ഒരു സ്ഥലത്തേക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ കാണാൻ പറ്റൂല. അപ്പൊ സ്കിപ്പ് ചെയ്ത കണ്ടാല് ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്നെല്ലാം മനസ്സിലാവും. പക്ഷെ വാപ്പനെ കണ്ടവരതില് പറയുന്നുണ്ട് എന്ത് വാപ്പ അതിലുണ്ടല്ലോ, വാപ്പ അതിൽ പോണുണ്ടല്ലോ. അതെ, മിനിറ്റ് സൈഡ് അതില് പറയുന്നുണ്ട്. ഇത് ആൾക്കാർ ആദ്യം അതിൽ കാണും, പിന്നെ സ്കിപ്പ് ചെയ്യുമ്പോൾ അവസാനം കാണും. അതാണല്ലേ? ഫുൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടും. അപ്പൊ വീഡിയോ കണ്ടാൽ എല്ലാം കമന്റ് ഇട്ടാലും ഓക്കെ, മറുപടിയും തരാം. അപ്പൊ വാപ്പ ഉണ്ടായിരുന്നു. ഓക്കെ, എന്റെ വാപ്പ പിന്നെ കുറെ ആൾക്കാർ വാപ്പ കമന്റ് ഇട്ടില്ലേ വീഡിയോയിലുണ്ട് അത് ഫുള്ള് കാണാതെ. അപ്പൊ നമ്മൾ ഇതിൽ വെച്ച് മനസ്സിലാക്കാൻ ആൾക്കാർ ഫുള്ള് കണ്ടിട്ടില്ല കമന്റ് ഇടും. എല്ലാരും അല്ലേ, കുറച്ച് പേര് ഫുള്ള് കാണുന്നവര് കമന്റ് ഇടൂല. ഫുള്ള് കാണുന്നവര് പറഞ്ഞു കൊടുക്കും വാപ്പ അതിലുണ്ടല്ലോ മിനിറ്റ് സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വാപ്പ എവിടെയും പോയിട്ടൊന്നുമില്ല. വാപ്പ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മളോടൊപ്പം തന്നെ ഉണ്ട്.
എന്താ അപ്പോൾ പരിപാടി? ചായ കുടിക്കണില്ല? അപ്പം ചായ കുടിക്കും. അപ്പം ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഉമ്മായും ചക്കരയൊക്കെ അതിൻ്റെ ഉള്ളിലാണ്, റൂമിലാണുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവരെ വിശേഷങ്ങളോട് കേൾക്കാം. ഓക്കെ. ഉമ്മായും ചക്കരയും ഉമ്മായും മോളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഉമ്മായും മോളും ഇവിടെ, ഒരു ഉമ്മായും മോളും അവിടെ. അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് പറ്റി? ഉമ്മക്ക് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഉമ്മക്ക് കഴുത്താകെ പ്രശ്നമാണ് ഉമ്മ പറയുന്നുണ്ട്. അത് ഇനി ഉളുക്കിയിട്ടുണ്ടാവും കഴുത്ത് കിടന്നപ്പോൾ. നീരിറങ്ങിയോ? ഉറക്കത്തിൽ വന്ന ഉള്ളിക്ക് ഉറക്കത്തിലേ പോവുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കഴുത്ത് ഉളിക്കണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. കുപ്പിയില്ലേ, വലിയ കുപ്പിയിൽ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മളെ കഴുത്തിൻ്റെ ബേക്കിൽ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഇങ്ങനെ കിടക്കും കുറച്ച് നേരം. അപ്പോഴത്തേക്ക് അത് മാറും. പറ്റൂല. ഇവിടെ ഒരാൾ കഴുത്തോണ്ട് ഉളുക്കിയിട്ട്, ഇവിടെ ഒരാൾ ഇവിടെ എന്താ ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ടിരിക്കുന്നു. ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടല്ലേ? എല്ലാം എങ്ങനെയുണ്ട്? വയറുവേദന കുറവുണ്ടോ? ഉണ്ടല്ലേ? വയറുവേദനയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഹോട്ട് ബാഗും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോട്ട് ബാഗും ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? അല്ല, നമ്മളെ ഡിയാൻസിന്റെ ബയോപ്സി റിസൾട്ട് വന്നല്ലോ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടിരിക്കുന്നു. ഏത്? ഓ, റിസൾട്ട് അന്ന് വാങ്ങിയ നമ്മള് റിസൾട്ട് വാങ്ങിയ നമ്മള് പറഞ്ഞില്ലേ? റിസൾട്ട് വന്നു. അന്ന് റിസൾട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചല്ലോ. ആ, പറഞ്ഞല്ലോ മറവി രോഗമുണ്ടോ? അത് ശരി. മറവി ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഇനിയിപ്പോ മറ്റേ സന്തോഷ് പ്രമി കഴിക്കേണ്ടി വരും. ഇനി വന്നപ്പോ തന്നെ പറഞ്ഞു. ഉമ്മാനോട് പറഞ്ഞിട്ടായിരുന്നു. ഉമ്മ മറന്നു പറയണം. അല്ല ചക്കര, അപ്പോഴേ എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? അബോഷൻ ആയിരുന്നോ അതോ ഹോർമോൺ പ്രശ്നം? എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്ന് പറയും. കേൾക്കുന്നില്ല, അവരൊക്കെ പറയണം. അബോഷനല്ല, ഹോർമോണിന്റെ പ്രശ്നം തന്നെയാണല്ലേ ഗീസ്. അപ്പോൾ അബോഷനൊന്നുമല്ല, ഹോർമോണിന്റെ പ്രശ്നം തന്നെയായിരുന്നു. ഡോക്ടർ പിന്നെന്താ പറഞ്ഞത്? ഗുളികൾ തന്നില്ല കഴിക്കാൻ? ഗുളികൾ തന്നു കഴിക്കാൻ. ആ ഗുളികളിൽ ഒരെണ്ണം ഒന്ന് കഴിഞ്ഞില്ലേ? അത് 2 ദിവസത്തേക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഗുളിക 3 ദിവസം അത് കഴിഞ്ഞു. കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ഡോക്ടറെ പോയി കാണണം. ആ ഗുളിക ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെന്തേ? ഒരാഴ്ചയിൽ ഇത് റെഡി ആവും. പിന്നെ ഓരോ ശരീരപ്രകൃതത്തിനനുസരിച്ചിട്ടേ മാറും. ഇപ്പൊ 6 മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ടല്ലേ? 6 മാസത്തേക്ക് തന്നിട്ടില്ല. ഓരോ മാസവും 6 മാസം ഈ ഗുളിക നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലേ? ചൂടില്ലേ? ഉണ്ടല്ലോ. ഓ, ചൂടുണ്ടല്ലോ. 6 മാസം ഈ ഗുളിക കണ്ടിന്യൂ ചെയ്യണം അല്ലേ? അപ്പോൾ 6 മാസത്തേക്കുള്ള ഗുളികയിൽ 1 മാസത്തത് നമ്മള് 6 മാസത്തെ ഗുളിക ചെറിയ ഗുളികയില്ല, അത് മാത്രമേ ഉള്ളൂ 6 മാസത്തിന്. 6 മാസത്തിന് വേറെ 6 മാസത്തിനില്ല. ഇല്ല. പിന്നെ ഇതാവാൻ വേണ്ടിയിട്ട് തന്നതല്ലേ. അത് ശരി. അല്ല, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മാക്സിമം റെസ്റ്റ് എടുക്കുക. മാക്സിമം 2 ആഴ്ചത്തോളം റെസ്റ്റ് എടുക്കുക. ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. വെയിറ്റ് എടുക്കാതിരിക്കുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാതിരിക്കുക. ഭാരപ്പെട്ട പണികളൊന്നും ഇല്ല. ഒരു പണിയില്ലല്ലേ? കുട്ടീനെ നോക്കണതോ? അതെന്ത് ഭാരപ്പെട്ട പണി? അപ്പൊ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതിന്റെ ഉമ്മാക്ക് ഡിയാൻസി കഴിഞ്ഞതാണ്, കരയരുതെന്ന് കുട്ടികൾക്ക് അറിയോ? അതിനറിയില്ലല്ലോ. കുട്ടികളുടെ പിന്നെ എന്താണ്, കുട്ടികളുടെ നിർബന്ധത്തിന് നമ്മൾ വഴങ്ങണം. നമ്മളെ നിർബന്ധത്തിന് അവരെ നിൽക്കുന്നില്ല. അതാണ് കുട്ടികളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുക, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നെ ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെയുള്ളൂ കാര്യങ്ങൾ കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്ത് മരുന്നിൻ്റെ നാളെ നമുക്ക് ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ടിട്ടേ ഏതൊക്കെ ഗുളിക കഴിക്കണമെന്നുള്ള ചോദിച്ചു നോക്കാം നമുക്ക്. എന്ത് December 30 1-ാം തീയതി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ജനുവരി 2-ാം തീയതിക്ക് ഡിയാൻസ് ആക്കിയത്. കാരണം ജനുവരി 1-ാം തീയതി ആയിട്ടേ വർഷാരംഭം തന്നെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ഫുള്ള് ഹോസ്പിറ്റലിലാവും. തിരക്കുകളായിരുന്നല്ലേ അമ്മ? ഓരോ പരിപാടികളും അതൊക്കെ അങ്ങനെ തന്നെയാണ് ചക്കരെ. അതെ, എല്ലാവർക്കും ഉണ്ട് വയ്യായിക. എനിക്കും ഉണ്ട് വയ്യായിക. എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ജലദോഷമാണ്. ഹോസ്പിറ്റലിലോ? എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കാണുമല്ലേ?
അത് ഇപ്പൊ പൊതുവെ എല്ലായിടത്തും കൂടിയും ജലദോഷവും പനിയുണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നമാണത്. അല്ല, എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ. ആ, എല്ലാ വീട്ടിൽ കൂടെ ഉണ്ട്, അത് നമുക്കറിയാനില്ല. ഈ ചൂട് രാത്രിയാണെങ്കിലോ അതിന്റെ ഡബിള് തണുപ്പ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കാര്യങ്ങൾ, അല്ലാതെ ഓരോ പ്രശ്നങ്ങളൊന്നുമില്ല. കേട്ടില്ല. തണുപ്പാവില്ലേ കേസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഹോർമോൺ കറക്റ്റ് ചെയ്യാനുള്ള ഗുളികകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ. പിന്നെ അതേപോലെ തന്നെ ആരൊക്കെ ചോദിച്ചു നമ്മളോട്, ഈ PCOD ഉള്ള ആൾക്കാരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്, സർജറി ആയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. കേസ് നമുക്ക് DNC ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചക്കരൻ്റെ ശരീരപ്രകൃതവും ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾ അടുത്തുള്ള ഗൈനൊക്കെ ഡോക്ടറെ കാണിക്കുക അല്ലേ, അടുത്തുള്ള. അല്ല, അത് അവിടെ ഇങ്ങനെ ഒരു സാധനം പൊങ്ങി വരും ഗർഭപാത്രത്തിൽ. അതാണ് ഇപ്പൊ ഇങ്ങനെ പൊങ്ങി വന്ന് അവിടെ അങ്ങനെ നിന്നു. അതിനെ റിമൂവ് ചെയ്തിട്ട് സംഭവം അതുതന്നെയാണ്. അതുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഡോക്ടറെ കാണിച്ചിട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് ഡോക്ടറിന്റെ അനുസരണ പ്രകാരം. PCOD മാത്രമുള്ളവർക്കാണെങ്കിൽ DNC ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മുളകളുണ്ട്, പാട പോലെ ലെയർ ഉണ്ട്, അങ്ങനെ പലതായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതാണ് ഞങ്ങളുടെ പോകുമ്പോൾ. നമുക്കറിയാമോ നന്നാക്കാനി, നേരാക്കാനി, അഴിച്ചു പണിഞ്ഞ് വെക്കാൻ അറിയാല്ലേ. എന്നാൽ എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും കേസ്. ഞാൻ ബ്രില്യൻ്റ് ആണ്. പിന്നെ ഇത് സിമ്പിൾ പരിപാടിയല്ല, അതിന് കുറച്ച് ലോജിക്ക് വേണം, ബുദ്ധി, ഐഡിയ വേണം, എന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിത് ഷഫിൾ ചെയ്ത് തരി, ഞാൻ പുറത്തേക്ക് കാണിച്ചു തരാം. അല്ല, ഞാനിത് ഫുള്ള് വേണമെങ്കിൽ ഇത് റെഡിയാക്കി കാണിച്ചു തരാം. അഴിച്ചു കഴിഞ്ഞിട്ടല്ല കേട്ടോ, ഇത് കറക്റ്റ് തിരിച്ച് ഞാൻ ഈ സംഭവം റെഡിയാക്കി തരാം. എനിക്കറിയാം, പരിചയം ഉണ്ടെന്ന് വെച്ചാൽ ഞാനിത് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ ഞാനിത് ചെയ്യാൻ പഠിച്ച സാധനമാണിത്. പക്ഷെ ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കേസ് നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും, കുട്ടികൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും അറിയോ ഈ റൂബിക്സ് ക്യൂബിൻ്റെ ഈ ഇത് ഫസ്റ്റിൽ സോൾവ് ചെയ്യാൻ ഇത് കംപ്ലീറ്റ് ആർക്കെങ്കിലും അറിയോ? എന്നാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് മാക്സിമം ഇതാക്കി തരും, ഷഫിൾ ചെയ്ത് തരും, ഫുള്ള് എനിക്ക് ആക്കാൻ പറ്റാത്ത രീതിക്ക് ആക്കി തരും. സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പിന്നീട് കമൻറ്റ് ചെയ്യും നിങ്ങൾ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ചെയ്ത് നോക്കാം, അത് ചെയ്ത് നോക്കാം ചക്കര. ഇതൊന്ന് അപ്പോൾ ഇന്ന് വെള്ളം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ, നിങ്ങളത് ഷഫിൾ ചെയ്യും. അപ്പോൾ ഈ സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം ഇനി ഷഫിൾ ചെയ്ത് മതിയാ. ഇനി ആർക്കെങ്കിലും ഷഫിൾ ചെയ്യണ്ടോ? ചക്കരക്ക് ഷഫിൾ ചെയ്യാൻ മാറിയൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നും കൂടി ഷഫിൾ ചെയ്യാൻ അങ്ങനെ കാണാതെ മതി. എന്നെ എന്തെങ്കിലും ചെയ്യാണ്ടോ അതിനകത്തില്ലല്ലോ? ഒന്നുമില്ലല്ലോ. ഓക്കെ, ചെയ്യട്ടാ. അപ്പോൾ ഇനി സാധനം ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാനിത് വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ചെയ്യണത് എന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഇത് എത്ര ടൈം കൊണ്ട് ചെയ്ത് തീർക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഒരു പണി, നമുക്ക് ടൈമർ വെക്കാം, സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കാം ഗൈസ്. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 2 മിനിറ്റ് എടുക്കും, എത്രയെന്ന് അറിയില്ല. എന്നാലും ഞാനത് ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ്. എന്നാൽ നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാണാണ്ടോ ചക്കരെ? ഓക്കെ, അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ കേട്ടോ ടൈമർ. ഓക്കെ, ടൈമർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് ചെയ്ത് തരാമേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, നോക്കി നോക്കാം എത്ര ടൈം ഉണ്ടാവുന്നു. അയ്യോ, അങ്ങനെ തന്നെ നടക്കട്ടെ. കൈവയർപ്പുള്ള ഒരാളാണ് കേസ്, അതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. ജയിക്കണട്ടോ. പിന്നെന്താ, ടൈമർ ഞാൻ നോക്കും. പോണ്ട്, ടൈമർ പോവുകയാണ്, പോയിക്കോണ്ട്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കണ കേസ്. 1 മിനിറ്റ് ആയി, 1 മിനിറ്റ് ആയി. ടൈമർ പോയിക്കൊണ്ടിരിക്കുന്നു, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. സമയം 2 മിനിറ്റാ പറഞ്ഞേ.
അങ്ങനെ സബൂർ ഇവിടെ ഇല്ല. വേഗം വേഗം ആ പോയി പോയി പോയി. അങ്ങനെ നമ്മൾ ടെൻഷൻ ആക്കണം കേസ് ഒരാളെ. അതാ 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 1:30 കഴിഞ്ഞു, 1:45 ഒക്കെ പോയി. എന്തൊക്കെയോ പാട്ടുണ്ട്, തിരിച്ചും മറിച്ചും തിരിച്ചിട്ടൊക്കെ. സമയം കണ്ടു 1:56. ആ 2 മണിയായി. 2 മണിയല്ല, 2 മിനിറ്റും 9 സെക്കൻഡും ഇല്ല, 9 സെക്കൻഡ് അല്ല, 4 സെക്കൻഡ് ആയിരുന്നു. ഞാൻ അപ്പൊ വീഡിയോ എടുത്തു, അപ്പോഴത്തേനും ഇവിടെ റെഡി ആയി. അപ്പൊ കറക്റ്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ സാധനം കണ്ടോ ക്യൂബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക് തരണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ സാധനം റെഡി ആക്കിയിട്ടുണ്ട്. വീഡിയോ ഇവിടെ കട്ട് ചെയ്തിട്ടോ സ്കിപ്പ് ചെയ്തിട്ടോ ഒന്നുമില്ല. കട്ട് ചെയ്ത് നിങ്ങളത് പിന്നെ പൊളിച്ചുണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ വെച്ചത്. ഓക്കെ, കട്ട് ചെയ്യാതെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് മറ്റു വീഡിയോസിൽ കാണാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഈ സമ്മാനം വെച്ചു. ഓക്കെ, എല്ലാവർക്കും ബൈ 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 ബൈ. ബൈ ബൈ.